ഹരേ കൃഷ്ണ. ഇത് കലിയുഗമാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയാർന്ന മന്ത്രമാണ് ഹരേ രാമ മന്ത്രം. മന്ത്രങ്ങളിൽ വെച്ച് രാജാവാണ് ഹരേ രാമ മന്ത്രം. കലിയുഗത്തിലെ ദുരിതങ്ങൾ മറികടക്കുവാൻ എന്തു ചെയ്യണമെന്ന് ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ മന്ത്രം. അഷ്ടാക്ഷരമായ ഓം നമോ നാരായണായ, പഞ്ചാക്ഷരമായ ഓം നമഃശിവായ, ഇത് രണ്ടും ജപിക്കുന്നതിൻ്റെ ഫലം ഹരേ രാമ മന്ത്രം മാത്രം ജപിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത്. നാരായണ നാമത്തിലെ രായും നമഃശിവായ എന്ന നാമത്തിലെ മായും ഈ രണ്ടക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഈ രാമനാമം സൃഷ്ടിച്ചത്. ഹരേ രാമ ജപം കലിദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പ വഴിയാണ്. ഹരേ എന്നാൽ അമ്മ, ഭഗവാന്റെ ശക്തിയായ രാധാദേവിയാണ്. ഭഗവാന്റെ ഊർജത്തെ തന്നെയാണ് വിളിക്കുന്നത്. രാമ എന്നാൽ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ. കൃഷ്ണ എന്നാൽ ഏവരെയും ആകർഷിക്കുന്ന ഭഗവാൻ. അല്ലയോ ശ്രീമതി രാധാറാണി, ഏവരെയും രമിപ്പിക്കുന്ന ആകർഷിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമഭക്തിയിൽ എന്നെ എപ്പോഴും നിയോഗിച്ചാലും എന്നാണ് ഈ രാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് വേദമന്ത്രമാണ്. ഈ വേദമന്ത്രം ജപിക്കാൻ ചില നിഷ്ഠകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹാമന്ത്രത്തിൻ്റെ ശക്തി സാധാരണക്കാരായ ജനങ്ങളിലും ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ എന്ന് തുടങ്ങുന്ന രീതിയിൽ ഈ മന്ത്രത്തെ ചിട്ടപ്പെടുത്തി. അങ്ങനെ ഈ മന്ത്രം എല്ലാവർക്കും ജപിക്കാം എന്ന രീതിയിലായി. ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അറിയാതെ ജപിച്ചാൽ പോലും ആ വ്യക്തിയുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്നും അവൻ രക്ഷ നേടും എന്നതാണ്. കലിയുഗത്തിലെ നാം അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം സാധ്യമാകുന്നു ഈ മന്ത്രജപത്തിലൂടെ. ഈ ഹരേ കൃഷ്ണ മന്ത്രം നമുക്ക് എപ്പോഴും ജപിക്കാം, ഏത് സമയത്തും ജപിക്കാം. ശുദ്ധാശുദ്ധങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല. സ്ത്രീകൾക്കും എല്ലാ സമയത്തും ജപിക്കാം. ഇക്കാലത്ത് നമ്മൾ പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക പിരിമുറുക്കം, മനസ്സിനൊരു ഏകാഗ്രത കിട്ടാത്തതും. അതെല്ലാം ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ദിവസവും 108 തവണ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ കണ്ട് മന്ത്രത്തിൻ്റെ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജപിക്കുക. ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ മാറുകയും നമുക്ക് സന്തോഷമായിരിക്കാനും സാധിക്കും. ഒരു ആത്മവിശ്വാസം കൂടിയതുപോലെ തോന്നും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണിച്ചു തന്ന മന്ത്രമാണിത്. ഞാൻ ചെറുപ്പം മുതലേ ഈ ഹരേ കൃഷ്ണ മന്ത്രമാണ് ജപിച്ചത്. നമുക്ക് എന്ത് നേരിടാനുള്ള ഒരു ശക്തി കിട്ടും, ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. കുചേലൻ്റെ കഥ അറിയില്ലേ? കുചേലൻ ഭഗവാനെ കാണാൻ ചെന്നപ്പോൾ കുചേലൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. എന്നാൽ ഭഗവാൻ കുചേലൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് കുചേലനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഭഗവാൻ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാനോട് പറയാതെ തന്നെ അതിന് പരിഹാരം തരും എന്നതാണ്. എല്ലാവരും ദിവസവും 108 തവണയെങ്കിലും ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ.